നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അന്തരീക്ഷത്തെക്കുറിച്ചും അന്തരീക്ഷ പാളികളെക്കുറിച്ചുമാണ്. PSC പരീക്ഷകളിൽ സ്ഥിരം കണ്ടുവരാറുള്ള ഒരു ഭാഗമാണ് അന്തരീക്ഷവും അന്തരീക്ഷ പാളികളും. ആദ്യം നമുക്ക് അന്തരീക്ഷം എന്താണെന്ന് നോക്കാം. ഭൗമോപരിതലത്തിൽ നിന്ന് 10,000-ഓളം കിലോമീറ്റർ ഉയരം വരെ അന്തരീക്ഷത്തിൻ്റെ സാന്നിധ്യമുണ്ട്. എന്നാൽ ആകെ അന്തരീക്ഷ വായുവിൻ്റെ 97% സ്ഥിതി ചെയ്യുന്നത് ഭൗമോപരിതലത്തിൽ നിന്ന് ഏകദേശം 29 കിലോമീറ്റർ ഉയരം വരെയാണെന്ന് കണക്കാക്കപ്പെടുന്നു. ഉയരം കൂടുന്തോറും വാതകങ്ങളുടെ അളവ് കുറഞ്ഞു വരുന്നു. മനുഷ്യനും മറ്റ് ജീവജാലങ്ങൾക്കും ജീവവായുവായ ഓക്സിജൻ, സസ്യങ്ങളുടെ നിലനിൽപ്പിനാവശ്യമായ കാർബൺ ഡയോക്സൈഡ് എന്നിവ ലഭിക്കുന്നത് അന്തരീക്ഷത്തിൽ നിന്നാണ്. ഈ രണ്ട് വാതകങ്ങളാണ് ഭൂമിയിൽ ജീവൻ നിലനിൽക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത്. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകമാണ് നൈട്രജൻ 78%, ഓക്സിജൻ 21%, മറ്റു വാതകങ്ങൾ എല്ലാം ചേർത്ത് 1% വരും. ആർഗൺ, കാർബൺ ഡയോക്സൈഡ്, നിയോൺ, ഹീലിയം, ക്രിപ്റ്റോൺ, സിനോൺ, ഹൈഡ്രജൻ. ഇതിൽ പ്രധാനപ്പെട്ടവയാണ് നൈട്രജൻ 78%, ഓക്സിജൻ 21%, ആർഗൺ 0.93%, കാർബൺ ഡയോക്സൈഡ് 0.03%. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും മുകളിലേക്ക് പോകുന്തോറും അന്തരീക്ഷ ഊഷ്മാവിലുണ്ടാകുന്ന വ്യതിയാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അന്തരീക്ഷത്തെ 5 വ്യത്യസ്ത പാളികളായി തരംതിരിച്ചിരിക്കുന്നു. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും മുകളിലേക്ക് പോകുന്തോറും അന്തരീക്ഷ ഊഷ്മാവിലുണ്ടാകുന്ന വ്യതിയാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അന്തരീക്ഷത്തെ 5 വ്യത്യസ്ത പാളികളായാണ് തരംതിരിച്ചിരിക്കുന്നത്. അവയാണ് ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, തെർമോസ്ഫിയർ, എക്സോസ്ഫിയർ. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, തെർമോസ്ഫിയർ, എക്സോസ്ഫിയർ എന്നിങ്ങനെ. അന്തരീക്ഷത്തിൽ കാണപ്പെടുന്ന വാതകങ്ങളുടെ ഘടന അല്ലെങ്കിൽ സ്വഭാവത്തെ അടിസ്ഥാനമാക്കി ഇവയെ രണ്ടായി തരംതിരിച്ചിരിക്കുന്നു. അവയാണ് ഹോമോസ്ഫിയർ എന്നും ഹെറ്ററോസ്ഫിയർ എന്നും. അന്തരീക്ഷത്തിൽ കാണപ്പെടുന്ന വാതകങ്ങളുടെ ഘടന അല്ലെങ്കിൽ സ്വഭാവത്തെ അടിസ്ഥാനമാക്കി രണ്ടായിട്ട് തരംതിരിച്ചിരിക്കുന്നു. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ എന്നിവയെ ചേർത്ത് ഹോമോസ്ഫിയർ എന്നും, തെർമോസ്ഫിയർ, എക്സോസ്ഫിയർ എന്നിവയെ രണ്ടും ചേർത്ത് ഹെറ്ററോസ്ഫിയർ എന്നും വീണ്ടും തരംതിരിച്ചിരിക്കുന്നു. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ ഇവയെ മൂന്നും ചേർത്ത് ഹോമോസ്ഫിയർ എന്നാണ് വിളിക്കുന്നത്. തെർമോസ്ഫിയർ, എക്സോസ്ഫിയർ എന്നിവയെ രണ്ടും ചേർത്ത് ഹെറ്ററോസ്ഫിയർ എന്നും വിളിക്കുന്നു. ആദ്യം പറഞ്ഞത് അന്തരീക്ഷ ഊഷ്മാവിലുണ്ടാകുന്ന വ്യതിയാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അന്തരീക്ഷത്തെ 5 വ്യത്യസ്ത പാളികളായി തരംതിരിച്ചിരിക്കുന്നു എന്നാണ്. എന്നാൽ രണ്ടാമത്തേത് അന്തരീക്ഷ വാതകങ്ങളുടെ ഘടന അല്ലെങ്കിൽ സ്വഭാവത്തെ അടിസ്ഥാനമാക്കി രണ്ടായി തരംതിരിച്ചിരിക്കുന്നു. ഇനി നമുക്ക് ട്രോപ്പോസ്ഫിയർ എന്താണെന്ന് നോക്കാം. അന്തരീക്ഷത്തിൻ്റെ ഏറ്റവും താഴെയുള്ള പാളിയാണിത്. ഇതിന് ഭൗമോപരിതലത്തിൽ നിന്ന് ശരാശരി 13 കിലോമീറ്റർ വരെ ഉയരം വരും. ധ്രുവപ്രദേശത്ത് ഏകദേശം 8 കിലോമീറ്ററും ഭൂമധ്യരേഖാ പ്രദേശത്ത് 18 കിലോമീറ്ററും ഉയരമാണുള്ളത്. ഭൂമധ്യരേഖാ പ്രദേശത്ത് ചൂട് കൂടുതലായതിനാലാണിത്. പൊടിപടലങ്ങളും ജലബാഷ്പവും ഏറ്റവും കൂടുതൽ ഈ പാളിയിലാണുള്ളത്. കൂടാതെ മേഘരൂപീകരണം, മഴ, മഞ്ഞ്, കാറ്റ് തുടങ്ങിയ അന്തരീക്ഷ പ്രതിഭാസങ്ങളും സംഭവിക്കുന്നത് ഈ പാളിയിൽ തന്നെയാണ്. ട്രോപ്പോസ്ഫിയറിൻ്റെ ഒരു പ്രധാന സവിശേഷത ഭൗമോപരിതലത്തിൽ നിന്ന് ഓരോ 165 മീറ്റർ ഉയരത്തിലും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ അന്തരീക്ഷ താപനില കുറയുന്നു എന്നതാണ്. ഇതിനെ ക്രമമായ താപനഷ്ട നിരക്ക് എന്ന് വിളിക്കുന്നു. ദൈനംദിന കാലാവസ്ഥാ വ്യതിയാനം സംഭവിക്കുന്നത് ഈ പാളിയിലാണ്. മാനവരാശിയുടെ ഭവനം എന്നറിയപ്പെടുന്നതും ട്രോപ്പോസ്ഫിയറാണ്. ഉയരം കൂടുന്നതിനനുസരിച്ച് ഈ പാളിയിൽ ഊഷ്മാവ് കുറയുകയാണ് ചെയ്യുന്നത്. ഓരോ 165 മീറ്ററിലും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ ഊഷ്മാവ് കുറയുന്നു. ഇതിനു മുകളിലുള്ള സംക്രമണ മേഖലയെ അറിയപ്പെടുന്നതാണ് ട്രോപ്പോപാസ്. ട്രോപ്പോപാസിലൂടെയുള്ള വായു പ്രവാഹമാണ് ജെറ്റ് പ്രവാഹങ്ങൾ എന്നറിയപ്പെടുന്നത്. അടുത്ത പാളിയാണ് സ്ട്രാറ്റോസ്ഫിയർ. ട്രോപ്പോസ്ഫിയറിന് തൊട്ടു മുകളിലുള്ള അന്തരീക്ഷ പാളിയാണിത്. ഭൗമോപരിതലത്തിൽ നിന്ന് ശരാശരി 50 കിലോമീറ്റർ വരെയാണ് ഇതിൻ്റെ ഉയരം. സ്ട്രാറ്റോസ്ഫിയറിൽ ഒരു നിശ്ചിത ഉയരം കഴിയുമ്പോൾ താപം വർദ്ധിച്ചു വരുന്നതായി കാണാം. സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ പാളിയുള്ളത് സ്ട്രാറ്റോസ്ഫിയറിലാണ്. ഇത് ഉപരിതലത്തിൽ നിന്ന് ഏകദേശം 25 കിലോമീറ്റർ ഉയരത്തിലാണ് നിലകൊള്ളുന്നത്. ട്രോപ്പോസ്ഫിയറിന് മുകളിൽ 20 മുതൽ 50 കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്ന പാളിയാണ് സ്ട്രാറ്റോസ്ഫിയർ. ഈ പാളിയിൽ ഉയരം കൂടുന്തോറും ഊഷ്മാവ് കൂടി വരുന്നു. വിമാനങ്ങൾ, ജെറ്റ് വിമാനങ്ങൾ എന്നിവയുടെ സഞ്ചാരത്തിന് അനുയോജ്യമായ പാളിയാണ് സ്ട്രാറ്റോസ്ഫിയർ.
ധ്രുവീയ സ്ട്രാറ്റോസ്ഫിയറിൽ കാണപ്പെടുന്ന മേഘങ്ങളാണ് നാക്രിയസ് മേഘങ്ങൾ. ധ്രുവീയ സ്ട്രാറ്റോസ്ഫിയറിൽ കാണപ്പെടുന്ന മേഘങ്ങളാണ് നാക്രിയസ് മേഘങ്ങൾ. സ്ട്രാറ്റോസ്ഫിയറിനെയും മീസോസ്ഫിയറിനെയും വേർതിരിക്കുന്ന പാളിയാണ് സ്ട്രാറ്റോപാസ്. സ്ട്രാറ്റോസ്ഫിയറിനെയും മീസോസ്ഫിയറിനെയും വേർതിരിക്കുന്ന പാളി അറിയപ്പെടുന്ന പേരാണ് സ്ട്രാറ്റോപാസ്. സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ പാളി കാണപ്പെടുന്നത്. എല്ലാ വർഷവും സെപ്റ്റംബർ 16 ലോക ഓസോൺ ദിനമായി ആചരിച്ചു വരുന്നു. ഓസോൺ സംരക്ഷണത്തിൻ്റെ ആവശ്യകത സംബന്ധിച്ച് ജനങ്ങളിൽ അവബോധമുണ്ടാക്കുക, ഓസോൺ ശോഷണത്തിന് കാരണമായേക്കാവുന്ന ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം നിയന്ത്രിക്കുക എന്നിവയാണ് ഈ ദിനാചരണത്തിൻ്റെ ലക്ഷ്യം. ലോക ഓസോൺ ദിനം എന്നറിയപ്പെടുന്നത് സെപ്റ്റംബർ 16 ആണ്. ഓസോൺ പാളി തകരാൻ കാരണം ക്ലോറോ ഫ്ലൂറോ കാർബൺ, കാർബൺ മോണോക്സൈഡ് മുതലായ വാതകങ്ങളുടെ പുറന്തള്ളലാണ്. ഓസോൺ പാളിയുടെ നാശത്തിന് കാരണമാകുന്ന മേഘങ്ങളാണ് നാക്രിയസ് മേഘങ്ങൾ. അടുത്ത അന്തരീക്ഷ പാളിയാണ് മീസോസ്ഫിയർ. സ്ട്രാറ്റോസ്ഫിയറിന് മുകളിൽ ഏകദേശം 50 കിലോമീറ്റർ മുതൽ 80 കിലോമീറ്റർ വരെ വ്യാപിച്ചിരിക്കുന്ന അന്തരീക്ഷ പാളിയാണിത്. ഈ പാളിയിലും ഉയരം കൂടുന്തോറും താപം കുറയുന്ന പ്രതിഭാസമുണ്ട്. ഭൗമോപരിതലത്തിൽ നിന്ന് ഏകദേശം 80 കിലോമീറ്റർ ഉയരത്തിലെത്തുമ്പോഴേക്കും താപനില -100 ഡിഗ്രി സെൽഷ്യസ് വരെ താഴുന്നു. അന്തരീക്ഷത്തിലെ ഏറ്റവും കുറഞ്ഞ താപനിലയാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. ഭൗമാന്തരീക്ഷത്തിലേക്ക് കടന്നെത്തുന്ന ഉൽക്കകൾ മിക്കതും കത്തിച്ചാരമാകുന്നത് ഈ പാളിയിൽ വെച്ചാണ്. അന്തരീക്ഷത്തിലെ ഏറ്റവും താഴ്ന്ന താപനിലയുള്ള പാളിയാണ് മീസോസ്ഫിയർ. ഇവിടെ ഉയരം കൂടുന്തോറും താപം കുറയുന്നു. നിശാമേഘങ്ങൾ എന്നറിയപ്പെടുന്ന നൊക്റ്റിലൂസൻ്റ് മേഘങ്ങൾ കാണപ്പെടുന്നത് മീസോസ്ഫിയറിലാണ്. ഉൽക്കകൾ കത്തിയമരുന്ന മേഖലയായതിനാൽ ഉൽക്കാവർഷപ്രദേശം എന്ന് ഇത് അറിയപ്പെടുന്നു. മീസോസ്ഫിയറിനെയും തെർമോസ്ഫിയറിനെയും വേർതിരിക്കുന്ന പാളിയാണ് മീസോപാസ്. അടുത്ത അന്തരീക്ഷ പാളിയാണ് തെർമോസ്ഫിയർ. മീസോസ്ഫിയറിന് മുകളിൽ ഏകദേശം 80 മുതൽ 600 കിലോമീറ്റർ വരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളിയാണിത്. ഉയരം കൂടുന്തോറും താപനില കൂടി വരുന്ന ഒരു പാളിയാണ് തെർമോസ്ഫിയർ. തെർമോസ്ഫിയറിൻ്റെ താഴ്ന്ന ഭാഗത്തെ അയണോസ്ഫിയർ എന്ന് വിളിക്കുന്നു. അന്തരീക്ഷത്തിലെ ഏറ്റവും താപനില കൂടിയ പാളിയാണ് തെർമോസ്ഫിയർ. ധ്രുവപ്രദേശങ്ങളിലെ അറോറ കാഴ്ചകളുടെ ഉറവിടവും തെർമോസ്ഫിയറാണ്. തെർമോസ്ഫിയറിൻ്റെ താഴത്തെ ഭാഗമാണ് അയോണോസ്ഫിയർ. അന്തരീക്ഷത്തിൻ്റെ ഏകദേശം 80 മുതൽ 400 കിലോമീറ്റർ വരെ ഉയരത്തിൽ അൾട്രാവയലറ്റ്, എക്സ്റേ തുടങ്ങിയ തീവ്ര സൂര്യരശ്മികൾ വാതക തന്മാത്രകളെ അയോണുകളാക്കി മാറ്റുന്നു. ഈ പ്രക്രിയയെ അയോണീകരണം എന്നും ഈ പ്രവർത്തനം നടക്കുന്ന മണ്ഡലത്തെ അയോണോസ്ഫിയർ എന്നും വിളിക്കുന്നു. അയോണുകൾക്ക് വൈദ്യുതിയെ കടത്തിവിടാൻ കഴിയും. റേഡിയോ തരംഗങ്ങൾ വൈദ്യുതകാന്തിക തരംഗങ്ങളാണ്. അതുകൊണ്ട് ഈ മേഖല റേഡിയോ തരംഗങ്ങളുടെ ദീർഘദൂര പ്രക്ഷേപണം സാധ്യമാക്കുന്നു. അടുത്ത അന്തരീക്ഷ പാളിയാണ് എക്സോസ്ഫിയർ. അന്തരീക്ഷത്തിലെ ഏറ്റവും മുകളിലുള്ള പാളിയാണിത്. 600 കിലോമീറ്ററിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന എക്സോസ്ഫിയർ എന്ന അന്തരീക്ഷ പാളിയിൽ വായു തന്മാത്രകളുടെ സാന്നിധ്യം ക്രമേണ കുറഞ്ഞ് ബഹിരാകാശത്തിൻ്റെ ഭാഗമായി മാറുന്നു.